ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമ തന്നെയാണ് അതിരടി. പച്ചാളം, പ്രൈസ് ദി ലോർഡ്, ഷാജി പാപ്പ. അതെന്ത് സാധനം? ശരിക്കും സിനിമയിലെ എന്റെ ആദ്യത്തെ ഷോട്ട് ലാലേട്ടന്റെ കൂടെ അല്ല നീ കൊള്ളാമല്ലോടി പെണ്ണേ. അല്ല അതും അല്ല. എങ്ങനെയുണ്ട് ചേട്ടനായിട്ട് വർക്ക് ചെയ്തിട്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടൻ ആദ്യം മുതലേ അഭിനയിക്കുന്ന പടങ്ങളൊക്കെ നല്ല ബിഗ് ക്രൂവിന്റെ കൂടെയല്ലേ? ഭാഗ്യം. ചേട്ടന് ടാലന്റും ഉണ്ട് ഇല്ലേ? പറയാനേറെ ഉള്ളപ്പോൾ അറിയാനേറെ ഇമ്പം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിൽ ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അതിരടി മൂവിയിലെ ബേസിൽ ചേട്ടന്റെ ഫാൻ ബോയ് ആയിട്ട് വന്ന ബോസ്കോ എന്ന ക്യാരക്ടർ. അതുപോലെ തന്നെ ഹൃദയപൂർവ്വം മൂവിയിലെ നമ്മുടെ ലാലേട്ടനെ കുറച്ച് കുഴപ്പിച്ച് ബിപിൻ ബാബു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത് ടിസ് തോമസ് ആണ്. യെസ്, ടിസ് തോമസ്, വെൽക്കം ടു ദ ഷോ. എന്താണ്, സുഖാണോ? വലിയ വലിയ വിശേഷങ്ങളാണ് ഓൺഗോയിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അതിരടി പോലുള്ള ഒരു ബിഗ് മൂവിയില് പാർട്ടാവാൻ പറ്റി, അതും ചെറിയ പാർട്ടൊന്നുമല്ല അല്ലെ, വലിയൊരു പാർട്ടാവാൻ പറ്റി. ബേസിൽ ജോസഫ് ആയിട്ട് അത്യാവശ്യം കുറെ സീൻസില് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ചേട്ടനായിട്ട് വർക്ക് ചെയ്തിട്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബേസിലേട്ടൻ ഹൃദയപൂർവ്വത്തിലും ഉണ്ടായിരുന്നു ഒരു ക്യാമിയോ റോളിൽ. പക്ഷെ അന്ന് ഞങ്ങക്ക് കാണാൻ സാധിച്ചില്ല. ഇവിടെ വെച്ചാണ് അതിരടിയുടെ ഷൂട്ടിനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ബേസിൽ ചേട്ടന്റെ ഒരു കട്ട ഫാൻ ബോയ് ആയിട്ടാണ് അതിൽ നിൽക്കുന്നത്. സാംബോയുടെ ഫാൻ ബോയ്. ഇടയ്ക്കിടയ്ക്ക് ചേട്ടന് വേണ്ടിയിട്ട് ഫെസ്റ്റിന്റെ ഇടയില് ഇല്ലാത്ത കാമുകിയുടെ പേരിൽ പാട്ടിടിക്കുന്നു. ഫുൾ പ്രഹസനങ്ങളാണ്. അതെ, ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പത്രപ്പാടാ. അപ്പൊ അതിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയാ, ഒരു ഫസ്റ്റ് സ്പാർക്ക് അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്തു? ബേസിലേട്ടൻ എല്ലാവരുമായിട്ടും പെട്ടെന്ന് കമ്പനി ആകുന്നൊരു ആളാ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ആദ്യം ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഒന്ന് കമ്പനി ആകാനുള്ളൊരു ഒരു ടൈം ഗ്യാപ്പ് അങ്ങനെ വരാറില്ല. അത് ഞാൻ എന്നല്ല, ആരുമായിട്ടും പുള്ളി പെട്ടെന്ന് ജെല്ലാകും. നമുക്ക് ഇന്റർവ്യൂസ് കാണുമ്പോ തന്നെ തോന്നാറുണ്ട്. അതെ അതെ, അത് ആ ഇന്റർവ്യൂവിൽ കാണുന്ന ആ ഒരു ഫൺ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. സെറ്റിലും അങ്ങനെ ഫുൾ കോമഡി ആയിരുന്നു. ഇപ്പൊ ടോവിനോ ചേട്ടൻ നമ്മള് നോർമലി കാണുന്ന റോൾസിലേ അല്ല, നിങ്ങൾക്ക് ശരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. എന്നാ ഫൺ ഗുണ്ട, ആ ഒരു മൂഡാണ്. അപ്പൊ ടോവിനോ ചേട്ടൻ ഓപ്പോസിറ്റ് നിൽക്കുന്നു, ബേസിൽ ചേട്ടന്റെ സൈഡ് നിൽക്കുന്നു. ടോവിനോ ചേട്ടനായിട്ട് കൂടുതൽ കണക്ഷൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയോ, അതോ ആ ഒരു ഇതിൽ തന്നെയാണോ പോയത്? നിങ്ങൾ എന്റെ എനിമിയാണോ ആ ഒരു മോഡ്? അല്ലല്ല, ടോവി ചേട്ടനും ഈ ബേസിലേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു നമ്മളെല്ലാരുമായിട്ട്. ഇപ്പം ഞാൻ മാത്രമല്ല, എന്റെ ഗ്യാങ്ങില് കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരുമായിട്ട് ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അതിലെ ഫൈറ്റ് സീൻസ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മളുടെയും കംഫർട്ട് നോക്കിയിട്ടാണ് എപ്പോഴും ചേട്ടൻ ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി ശരിക്കും പറഞ്ഞാൽ ഓൺ സ്ക്രീൻ കാണാനുണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ അത് വർക്ക്ഔട്ട് ആവാനും റീസൺ എന്ന് തോന്നുന്നു. ശരിക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമ തന്നെയാണ് അതിരടി. അതാ പറഞ്ഞ ആ ഒരു ഫെസ്റ്റ് മൂഡ് നമുക്ക് പ്രേക്ഷകർക്കും കിട്ടി എന്നുള്ളതാണ് അതിലെ കാര്യം. ടോട്ടൽ ഒരു 82 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അതില് എനിക്ക് 62 ദിവസത്തോളം ഉണ്ടായിരുന്നു. ആ 62 ദിവസവും പോയത് ശരിക്കും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. അത്രയും എൻജോയ് ചെയ്തൊരു മൂവി. ഈ സെറ്റിലെ ബേസിൽ ചേട്ടനായിട്ട് ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂസ് കാണുമ്പോൾ അറിയാം, ഫുൾ ചിരിയാണല്ലോ, ഫുൾ ടൈം ചിരിയാണല്ലോ. അപ്പൊ ഇത് ചിരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ചിരി വന്ന് കുറെ റീടേക്ക് പോയൊരു സീൻ ഉണ്ടോ? അങ്ങനെ റീടേക്ക് ഒന്നും അധികം പോയിട്ടില്ല, കാരണം അതിനുള്ള സമയമില്ല. ഇത് ഒരു വലിയ പടമാണ്, ഒരുപാട് സീൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയിലെല്ലാം ഓരോ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഷെയർ ചെയ്യാമോ? അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ കൂടുതലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന കാര്യങ്ങൾ. ഇപ്പം ആദ്യം ഞങ്ങളുടെ ഗ്യാങ്ങിലായിരുന്നു ഈ ഒരു കളിയാക്ക് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പം ആദ്യമൊക്കെ ബേസിലായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കും. പക്ഷെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്, കാരണം അദ്ദേഹം പ്രൊഡ്യൂസറാണ്, ഇതിന്റെ ഹീറോ ആണ്. അപ്പം അങ്ങനെ ഒരുപാട് നമ്മൾ നിന്ന് പറയുന്ന കേട്ട് കഴിയുമ്പം വഴക്ക് പറയുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുന്നു കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിർത്തും. പക്ഷെ പിന്നെ
പുള്ളി നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും നിങ്ങൾ എന്താ പറഞ്ഞത്, അങ്ങനെ നമ്മളുമായിട്ട് കമ്പനി ആയി. ഈ പറഞ്ഞാല് ബേസിൽ ചേട്ടൻ ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു, ഈ മൂവിയുടെ പ്രൊഡ്യൂസർ ആണ്. സ്ട്രിക്ട് പ്രൊഡ്യൂസർ ആണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫ്രീഡവും തന്ന് എന്താന്ന് വെച്ചാൽ പൈസ ഒന്നും എനിക്കൊരു വിഷയമല്ല ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള പ്രൊഡ്യൂസർ ആണോ? ആണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഫ്രീഡം കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. അതുപോലെ തന്നെ ടോവിനോ ചേട്ടൻ അല്ലേ? ടോവിനോ ചേട്ടൻ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു കോ പ്രൊഡ്യൂസർ ആ ഒരു ഇതിലാണ് വന്നത്. ഇനി എടുത്തു പറയേണ്ട വേറൊരു മൂവിയാണ് ഹൃദയപൂർവ്വം അല്ലെ? ലാലേട്ടനായിട്ട് CCTV-യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങള് വളരെയധികം എന്താ തമാശ പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയും. ലാലേട്ടനെ പോലുള്ള ഒരാളെ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് ടെൻഷൻ ആയിരുന്നോ സന്തോഷമായിരുന്നോ? ആ ഒരു ഇമോഷൻ എങ്ങനെയാ? ടെൻഷൻ എനിക്ക് ഇത് എന്നോട് പറഞ്ഞിരുന്നു ത്രൂ ഔട്ട് ലാലേട്ടന്റെ കൂടെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അന്നേരം എനിക്ക് ടെൻഷൻ തോന്നിയില്ല, ശരിക്കും എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് തോന്നിയത് നേരിട്ട് കാണാൻ ഉള്ളൊരു. പക്ഷെ കണ്ടു കഴിഞ്ഞ് ഇത് പരിപാടിയിലേക്ക് കടന്നപ്പം ഒരു ചെറിയൊരു ഉണ്ട്. ഫസ്റ്റ് സീൻ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് സീൻ കിച്ചണിലുള്ള ഒരു സീക്വൻസ് ആയിരുന്നു. അതായത് ആ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതില് ഞാൻ ആ ഫിലിം മേക്കേഴ്സ് ആയിട്ടുള്ള 3 പേരെ കുറിച്ച് കുറ്റം പറഞ്ഞു. അതായിരുന്നു ആദ്യത്തെ ഷോട്ട്. അത് ഫണ്ണായിരുന്നു. അതെ അതെ, ശരിക്കും സിനിമയിലെ എന്റെ ആദ്യത്തെ ഷോട്ട് ലാലേട്ടന്റെ കൂടെ. ഓ മുട്ടടിച്ചോ? ഇല്ല, അത് ഒരു പ്രൗഡ് മൊമെന്റ്. ശരിക്കും പിന്നെ സത്യൻ സാറാണ് ഡയറക്ട് ചെയ്തത്. അപ്പം ഇപ്പൊ ശരിക്കും ചേട്ടൻ കുറെ ഷോർട്ട് ഫിലിംസും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കുട്ടി കുട്ടി റീൽസ്, നമ്മൾ ഒരു സ്റ്റോറി ഒരു ചെറിയ മൂവീസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇപ്പൊ എല്ലാവരും റീൽസ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പാർട്ട് വൈസ് ആയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയാണല്ലോ ചേട്ടന്റെ ഒരു ആക്ടിങ് കരിയറിലേക്ക് ചേട്ടൻ ആദ്യമായിട്ട് വന്നത്. അതിൽ നിന്ന് ചെയ്ത 2 മൂവിയും നല്ല ബിഗ് ബഡ്ജറ്റ് മാസ് എല്ലാം ഭയങ്കര ഒരു ബിഗ് ക്രൂവിന്റെ കൂടെയുള്ള ഒരു മൂവി. ശരിക്കും ചേട്ടനെ പോലെ ആക്ടിങ് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്ക് അതൊരു മോട്ടിവേഷൻ തന്നെയാണ് അല്ലെ? ചേട്ടൻ ഇപ്പം ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് ചേട്ടന്റെ കൂടെ ഇപ്പൊ അതിരടി മൂവിയിലും ഒരു കൂട്ടം ആൺകുട്ടികൾ ചേട്ടന്റെ കൂടെ ഉണ്ട്. എല്ലാരും ഇതുപോലെ സിനിമാ മോഹമായിട്ട് വന്നതാണ്. അപ്പൊ ഫസ്റ്റ് മൂവിയിലേക്കുള്ള ഒരു എൻട്രി വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും, എങ്ങനെയായിരിക്കാം ഇത് വന്നത്, അയ്യോ ഞങ്ങൾക്കും ഇതുപോലെ ചാൻസ് കിട്ടുമോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ചേട്ടൻ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ? മോട്ടിവേഷൻ എന്ന് പറയാനില്ല, ഇപ്പം നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. അത് എത്രയും പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഫുൾനെസ്സിൽ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അപ്പം എന്തെങ്കിലും ആരെങ്കിലും നമ്മളെ തിരിച്ചറിയും. എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കതാ മനസ്സിലായത്. തിരിച്ചറിഞ്ഞു ലാസ്റ്റ്. ഓഡീഷൻ വഴിയാണോ? അത് ഓഡീഷൻ ആയിരുന്നു. ഇപ്പൊ സെക്കൻഡോ? സെക്കൻഡ് അതും ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. സെയിം നമ്മളെ മൂവിയിലെ തന്നെ ഒരു സീൻ വെച്ചിട്ട് ചേട്ടൻ ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂലെ ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ചൈൽഡ്ഹുഡിൽ നിന്ന് വളർന്നു വന്നത്, അതുപോലെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. ആക്ടിങ് എന്ന് പറയുന്ന ഒരു പാഷൻ എല്ലാവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കാറില്ല. കുറെ പേര് കുറെ ട്രൈ ചെയ്തിട്ട് പകുതിക്ക് വെച്ച് നിർത്തി പോകുന്നവരുണ്ട്, എന്നെ കൊണ്ട് അത് പറ്റില്ല. അപ്പൊ ഇത് ചെറുപ്പം മുതലുള്ളൊരു സ്ട്രഗിളിന്ന് അതിങ്ങനെ മുന്നോട്ട് ഓരോ തവണയും കൊണ്ടുപോകാനുള്ള ചേട്ടന്റെ ഉള്ളിലെ മോട്ടിവേഷൻ എന്താ? ഇത് സ്ട്രഗിൾ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഔട്ട് വന്നു കഴിയുമ്പോഴേ പുറത്തുള്ള ആൾക്കാർ ഇതിനെ കുറിച്ച് അറിയുന്നുള്ളൂ. പക്ഷെ അത് ചെയ്യുമ്പോ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്താണ്, അതിൽ നിന്നുള്ളൊരു കിക്ക് എന്താണെന്നൊക്കെ അത് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതിന്റെ ഔട്ട് വന്നു കഴിഞ്ഞു. ശരിക്കും ഇതിന് മുന്നത്തെ സമയത്ത്, അതായത് ഈ ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയല്ലോ, അതിന് മുന്നത്തെ ഒരു ടിസ് തോമസ് എന്തായിരുന്നു? ഞാൻ നേരത്തെ ഷോർട്ട് ഫിലിംസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഷോർട്ട് ഫിലിം ടിക്ടോക്ക് സമയം തൊട്ടേ ചെയ്യുന്നുണ്ട്. അപ്പൊ ടിക്ടോക്കിൽ കുറച്ച് വീഡിയോസ് വൈറലായ സമയത്താണ് കൊച്ചിയിൽ തന്നെയുള്ളൊരു യൂട്യൂബ് ചാനല് എന്നെ വിളിക്കുന്നത്, ഇതുപോലെ ഷോർട്ട് ഫിലിംസ് അവര് തുടങ്ങുന്നുണ്ട്, അപ്പൊ അതിൽ പാർട്ടാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ പിന്നെ അവരുടെ കൂടെ കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്തു. അതില് എല്ലാം ഒന്നും രസമില്ല. ലാസ്റ്റ് വന്നൊരു മുടി എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം ഉണ്ട്, അതിലെ ഒരു സീൻ ക്ലിക്കായി. അത് ഒരുപാട് സിനിമാക്കാരും അല്ലാതുള്ള ആൾക്കാരും എല്ലാരും കണ്ടു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഹൃദയപൂർവ്വത്തിന് അനൂപ് സത്യൻ എന്നെ ശ്രദ്ധിക്കുന്നത്.
അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അതെ അതെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതിന് മുന്നത്തെ ടിസ് തോമസിനൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ ആക്ടിങ്ങിന് വരുന്നതിന് മുന്നേ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് എല്ലാം ചെയ്തു വന്നത്. ഇപ്പൊ നമുക്കിപ്പോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ചേട്ടൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെ സിനിമയുടെ പുറകെ നടക്കുമ്പോ നമ്മൾ സിനിമയിൽ കാണാറുണ്ടല്ലോ, സിനിമയിൽ തന്നെ കാണാറുണ്ട്, സിനിമയെ പ്രേമിക്കുന്ന പിള്ളേരുടെ വീട്ടിൽ ഇങ്ങനെ ജോലിക്ക് പോകണം അതുപോലത്തെ പ്രഷറൊക്കെ വരാറുണ്ട്. ചേട്ടന് അങ്ങനെ നോക്കുമ്പോ ഫാമിലി സൈഡ് ഫ്രണ്ട് സൈഡ്സ് എന്നൊക്കെ സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നോ? സപ്പോർട്ട് എന്റെ അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. അമ്മയും എന്റെ അനിയത്തിയുണ്ട്, അവളിപ്പോ വർക്ക് ചെയ്യുക, അവളും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എനിക്ക് അധികം അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല, ഒരു ക്ലോസ് സർക്കിളിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവര് നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ജോലിയുടെ പ്രഷർ അത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. എങ്ങനെയാ അത് സർവൈവ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു പീരീഡ് ഇന്ന് ഓർക്കുമ്പോ ഇപ്പത്തെ ടിസ് തോമസിന് ഒരു അഭിമാനം തോന്നുന്നില്ലേ? ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ ചേട്ടന്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് നമ്മുടെ സംഗീതേട്ടനില്ലേ ഹൃദയപൂർവ്വത്തില് കുറച്ചും കൂടെ അങ്ങനെ റിലേറ്റ് ചെയ്യാം. നിങ്ങളുടെ മുഖത്തിന്റെ ഒരു സാമ്യം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാണ് ആ ഒരു മീശയുടെ വെച്ചിട്ടാന്ന് തോന്നുന്നു. ആണോ? പക്ഷെ സംഗീതേട്ടനെ പോലെ അപ്പൊ ആദ്യം ഞാൻ കണ്ടപ്പോ ഹൃദയപൂർവ്വത്തില് കണ്ടപ്പോ ഇവിടെ സംഗീതേട്ടൻ അവിടെ സംഗീതേട്ടൻ രണ്ട് സംഗീതേട്ടനെ തോന്നി. പിന്നെയാണ് ക്യാരക്ടർ ചേഞ്ച് മനസ്സിലായത്. ഇപ്പൊ കിച്ചണിലായിരുന്നല്ലോ കൂടുതലും ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ സ്പെൻഡ് ചെയ്തത്. കുക്ക് ചെയ്യോ? ഇല്ല, ജസ്റ്റ് എന്താ ജസ്റ്റ് വലിയ വലിയ ഭാരിച്ച കുക്കിങ് ഇതൊക്കെ, അതിന്റെ അകത്ത് ഫുൾ അഭിനയമായിരുന്നു ഇതൊക്കെ. ലാലേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യൂ ആണല്ലേ? അതല്ലേ സെറ്റിലൊന്നും സാധാരണ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലാലേട്ടൻ സെറ്റിൽ ഫുഡൊക്കെ കുക്ക് ചെയ്ത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. എനിക്ക് ആകെ കുറച്ച് ദിവസമേ ഉള്ളായിരുന്നു, എനിക്ക് 10 ദിവസമേ ടോട്ടൽ ഉള്ളൂ. അതില് രണ്ട് ദിവസമായിരുന്നു ലാലേട്ടന്റെ കൂടെ, ബാക്കിയെല്ലാം സിംഗിൾ ആയിട്ട് എടുക്കുമായിരുന്നു. മറ്റേ CCTV പോർഷൻസ്. അങ്ങനെയാണ്. ഇനി കമ്മിങ് ബാക്ക് ടു അതിരടി ഫെസ്റ്റ് പോലെ കോളേജിലെ ചേട്ടൻ ഇങ്ങനെ ഭയങ്കര മാസായിട്ട് എല്ലാത്തിനും മുന്നിൽ നിന്ന് നടത്തിയ ഒരു ഫെസ്റ്റ് ഉണ്ടോ? ഇല്ല. ഇല്ലേ? ഞാനൊരു ഫെസ്റ്റിന് പോലും അവിടെ പ്രോപ്പർ ആയിട്ട് പോയിട്ടില്ല. ഒരുവിധം ഇന്റർവ്യൂ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ സിനിമയില് വരാ, കുറച്ചിങ്ങനെ ചാടിച്ചാടി നിക്കണ്ടേ? അപ്പൊ അല്ല, അവിടെ എങ്ങനെ ഇതുപോലത്തെ വലിയ ഓളം ഉള്ളൊരു ഫെസ്റ്റ് ഇല്ലായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്. ഇപ്പം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അത് കൂടുതൽ ഈ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട ആ രീതിയിലുള്ള ഫെസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ അതിരടി ഷൂട്ടിംഗ് സെറ്റിൽ മിസ് ചെയ്തില്ല അല്ലെ? ഇല്ല, ശരിക്കും ഫെസ്റ്റ് എൻജോയ് ചെയ്തത് ആ സമയത്ത്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ബേസിൽ ചേട്ടനെ അവരുടെയൊക്കെ ഇന്റർവ്യൂസ് ഭയങ്കര വൈറലായിരുന്നല്ലോ. അപ്പൊ ആ ഇന്റർവ്യൂസിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരുടെ ഫെസ്റ്റ് കോളേജ് ഫെസ്റ്റ് അവർക്ക് പെട്ടെന്ന് മെമ്മറിയിലേക്ക് വന്നു, അവരതിനെ ഓർത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. കോളേജ് വേറെ, ഞങ്ങളുടെ കോളേജ് വേറെ. പക്ഷെ എല്ലാ കോളേജിലും ഒരു ഫെസ്റ്റെങ്കിലും ഉണ്ടാവില്ല. എല്ലായിടത്തും ഫെസ്റ്റ്, ഞങ്ങളുടെ ഫെസ്റ്റ് ഉണ്ട്, ഇത്രയും വലിയ കളർഫുൾ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റ് അല്ലായിരുന്നു ആ സമയത്ത്. അതിന്റെ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ നല്ല ഇവിടെ കൂടുതലും പഠിത്തം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു മെമ്മറി ഇല്ല. പക്ഷെ അതെല്ലാം നമ്മൾ അതിരടിയില് തീർത്തു. ഇനി എന്താ പുതിയ വിശേഷം? എന്താ പുതിയ ഇപ്പൊ പ്രേംപാറ്റ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പം സംഗീതേട്ടൻ, മമിത ബൈജു എല്ലാം വലിയ വലിയ കാസ്റ്റിലാണ് ചേട്ടന്റെ ഒരു ഇത് നിൽക്കണത്. അത് ഭയങ്കര എന്താ പ്രൗഡായിട്ട് സെൽഫ് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ഉണ്ട്, സന്തോഷമുണ്ട്. ചേട്ടൻ ഒരു ഇൻഹിബിഷൻ ഉണ്ടോ മനസ്സില്? അല്ല, അതല്ല, ഇതിപ്പോ ഇതിനെന്നാ പറയുന്നേ? ചേട്ടന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് ആൾക്കാർക്ക് ഉള്ളിൽ ഉണ്ടാവൂലോ, അഭിനയിക്കാൻ വരുമ്പോ ഞാൻ ചിലപ്പോ സപ്പോർട്ടിങ് റോൾസിൽ നിന്ന് പോവും, വലിയ വലിയ ക്രൂവിന്റെ കൂടെ മൂവീസ് എല്ലാവർക്കും ഉണ്ടാവും. ലാലേട്ടന്റെ മമ്മൂക്കാടെ കൂടെ ഒക്കെ അഭിനയിക്കണം, അതാണല്ലോ ധ്യാൻസ് എന്ന് പറയണം. നമ്മള് മലയാളം മൂവിയിൽ അത് അഭിനയിച്ചാൽ സെറ്റായി. അങ്ങനെ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ ആദ്യം മുതലേ അഭിനയിക്കുന്ന പടങ്ങളൊക്കെ നല്ല ബിഗ് ക്രൂവിന്റെ കൂടെയല്ലേ. അത് അതിന് ചേട്ടന് ടാലന്റും ഉണ്ട് ഇല്ലേ? നമുക്ക് നമ്മളെ പറ്റി സെൽഫ് ഒരു അഭിപ്രായം വേണ്ട ചേട്ടാ. കാരണം ചേട്ടന്റെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയ സമയത്ത് ഈ ഷോർട്ട് മൂവീസിന്റെ അടിയിലെ കമന്റ്സിലൊക്കെ ഭയങ്കര കമന്റ്സ് ഉണ്ട്. ഈ കുട്ടി കുറച്ചും കൂടെ നല്ല വലിയ മൂവീസ് ചെയ്യണം, ഭയങ്കര ടാലന്റഡ് ആണ്, അങ്ങനെ സത്യമായിട്ടോ അങ്ങനെ ചിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അതൊക്കെ. ആണോ?
അങ്ങനെയൊക്കെയുണ്ട് സത്യം, ഞാൻ സത്യമായിട്ട് പറഞ്ഞത് അതിന്റെ ഞാൻ കമന്റ്സ്. കണ്ടിട്ടുണ്ട്. ആ പിന്നെന്താ അല്ല. ചേട്ടാ ഇത് പറയുമ്പോ ആൾക്കാർ എനിക്ക് തള്ളണത് അല്ലല്ലോ, അങ്ങനെയുണ്ട് ശരിക്കും കമന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മള് അത്രയും സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ളിൽ ഒരു ആഗ്രഹത്തിൽ നിന്ന് നമ്മൾ മൂവീസിലേക്ക് എത്തുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മള് സെൽഫ് പ്രൗഡ് ആവണം അല്ലെ? പ്രൗഡാണ്. പക്ഷെ എനിക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ലാതാണോ? ഞാൻ അങ്ങനെ അധികം കാണിക്കാറില്ല. അതാ ഞാൻ പറഞ്ഞ ഇൻട്രോവേർട്ട് ആണല്ലേ ഒരുവിധം. പക്ഷെ നമ്മള് മൂവീസിൽ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ട് നിന്നാല് ഇങ്ങനെ ചാടി എല്ലാത്തിനും നിക്കണം എന്നാ പൊതുവേ പറയാറ്. അത് കണ്ടിട്ട് എങ്ങനെയാ തോന്നുന്നേ? ചേട്ടൻ ഭയങ്കര സൈലന്റ് കണ്ടിട്ട് ആ സിനിമയിൽ പൊളിച്ചില്ലേ? ഇല്ല അപ്പൊ അത് മതി. ഓക്കെ, നമുക്ക് ഇനി ഒരു ടാസ്ക് തരട്ടെ ഞാൻ. നമുക്ക് ബേസിൽ ചേട്ടനെ ഒന്ന് വിളിക്കണം. നമ്പറില്ല. അയ്യോ, സംഗീതേട്ടന്റെ നമ്പർ ഉണ്ടോ? അന്ന് നമുക്കൊരു പ്രാങ്ക് കോൾ ചെയ്യാം. അത് വേണോ? അത് വേണോ? എനിക്ക് ഇങ്ങനെയൊക്കെയല്ല അവരായിട്ട് സംസാരിക്കാൻ പറ്റൂ. നമുക്കൊരു പ്രാങ്ക് കോൾ ചെയ്യാം. ഞാൻ അത്ര കമ്പനി അല്ല. എന്നാലും അപ്പൊ അതാ വേണ്ടത്. അപ്പൊ ശരിക്കും വിശ്വസിക്കൂ. എന്നെ പറയണ്ടേ? നമുക്ക് ഇങ്ങനെ വിളിച്ചിട്ട് അതിരടി മൂവി കണ്ടായിരുന്നോ, അതില് ഞാൻ ചെയ്ത റോള് ഇഷ്ടപ്പെട്ടോ, ചേട്ടൻ എന്താ എന്നെ വിളിച്ചൊന്നും അഭിപ്രായം പറയാന്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒന്ന് ടെൻഷൻ ആക്കണം. അത് വേണോ? ചുമ്മാ ചോദിച്ചു നോക്ക്. കാരണം നിങ്ങളിപ്പോ പുതിയ മൂവിയിലും ഒരുമിച്ച് ഉണ്ടല്ലോ. അപ്പൊ ചോദിക്കണം എന്താ ഈ മൂവി കണ്ടിട്ട് എന്നെ ഒന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ, ചേട്ടൻ വിളിക്കാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, ഞാൻ ചേട്ടനിൽ നിന്ന് ഒരു ഇതൊക്കെ പ്രതീക്ഷിച്ചു, അങ്ങനെയൊക്കെ. വിളിക്കണോ? വിളിക്ക. വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിൽ ഇടണേ. അറിയത്തില്ല. എന്നാലും എവിടെയാണ് പരസ്യങ്ങളിൽ നിന്നോ അജ്ഞാത ഗ്രൂപ്പുകളിൽ നിന്നോ സ്വീകരിക്കരുത്. നിങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ സൈബർ കുറ്റവാളികൾ സ്ഥാപിച്ച കെണികളായിരിക്കാം അവ. അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ദേശീയ സൈബർ ഹെൽപ്പ് ലൈനിൽ 1930 എന്ന നമ്പറിൽ അറിയിക്കുക. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിൽ നിന്നോ അജ്ഞാത ഗ്രൂപ്പുകളിൽ നിന്നോ നിക്ഷേപ ടിപ്സുകൾ ഒരിക്കലും സ്വീകരിക്കരുത്. നിങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ സൈബർ കുറ്റവാളികൾ സ്ഥാപിച്ച കെണികളായിരിക്കാം അവ. അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ദേശീയ സൈബർ ഹെൽപ്പ് ലൈനിൽ 1930 എന്ന നമ്പറിൽ അറിയിക്കുക. ആദ്യം താങ്കൾ വിളിക്കുന്ന വ്യക്തി തിരിച്ചു വിളിക്കൂലേ? വേറെ ആരെങ്കിലും ട്രൈ ചെയ്യണോ? വേണ്ട. അല്ല തിരിച്ചു വിളിക്കൂലോ. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നാ നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ബേസിൽ ചേട്ടൻ വിളിച്ചാൽ നമുക്ക് ആ പ്രാങ്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളൊരു വിസ്പർ ചലഞ്ചിലേക്ക് പോവാം. ഓക്കെ, ചേട്ടൻ കൂടുതലും മൂവീസ് ആയിട്ട് റിലേറ്റ് ചെയ്തും ഇങ്ങനെ പണ്ട് മുതലേ മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ഡയലോഗുകളും കുറച്ച് പ്രശസ്ത ക്യാരക്ടേഴ്സിന്റെ പേരും ഞാൻ വിസ്പർ ചെയ്യും. ചേട്ടന്റെ ഒരു ഹെഡ്സെറ്റിൽ ഫുള്ള് പാട്ട് ഹെഡ്സെറ്റ് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചേട്ടൻ കണ്ടുപിടിക്കണം. സിമ്പിൾ ടാസ്ക്. ഓക്കെ, ആദ്യത്തെ ദിഗംബരൻ. ദിഗംബരൻ. നിർമ്മൽ. ദിഗംബരൻ. ദിഗംബരൻ. നിർമ്മൽ എന്നാണോ? അല്ല അല്ല, ദിഗംബരൻ. ദിഗംബരൻ. അതെ, ദിഗംബരൻ. നിൻ പേരോ? അല്ല, ദിഗംബരൻ. കിട്ടുന്നില്ല? ഒന്നുകൂടെ പറയാം. ദിഗംബരൻ. ദിഗംബരൻ. പേര്? അല്ല, അല്ല, പേരാ ദിഗംബരൻ. ഇല്ല, കിട്ടുന്നില്ല. ഒരിക്കോ പറഞ്ഞുതരാം. ദിഗംബരൻ. ദിഗംബരൻ. ക്യാരക്ടർ നെയിംസാ. ഓക്കെ, നീ വെച്ചോ. ജോൺ ഹോനൈ. ജോൺ ഹോനൈ. ജോണി അല്ല, കുറച്ച് ശരിയാ. ജോൺ ഹോനൈ. ജോൺ ഹോനൈ. ജോൺ ലൂതർ അല്ല. ഞാനിതൊക്കെയാ കേൾക്കുന്നത്. ജോൺ ഹോനൈ. ജോൺ ഹോനൈ. വാസുണ്ണൻ. വാസുവണ്ണൻ. മുണ്ടക്കൽ ശേഖരൻ. മുണ്ടക്കൽ ശേഖരൻ. പുലി അല്ല. പുലി ആരുടെ ക്യാരക്ടറാ? മുണ്ടക്കൽ ശേഖരൻ. മുണ്ടക്കൽ ശേഖരൻ. ശേഖരൻ. മുണ്ടക്കൽ ശേഖരൻ. മുണ്ടക്കൽ ശേഖരൻ. ഷാജി പാപ്പൻ.
ഷാജി പാപ്പൻ. അതെന്ത് സാധനം? ഷാജി പാപ്പൻ. ട്രൈ ചെയ്യ്. ഷാജി പാപ്പൻ. ഷാജി. ഒന്നുകൂടെ. ഷാജി. ഷാജി. ഷാജി പാപ്പൻ. പച്ചാളം ബാസി. പച്ചാളം ബാസി. പാസ്റ്റർ. പച്ചാളം ബാസി. പച്ചാളം ബാസി. ഒന്നുകൂടെ. പച്ചാളം ബാസി. പറ. കേക്കത്തില്ല. ട്രൈ ചെയ്. പാട്ട് കഴിഞ്ഞാ? തീർന്നോണ്ടിരിക്കുന്നു. കള്ളത്തരം കാണിക്കുന്നത്. പച്ചാളം ഭാസി. പച്ചാളം. പച്ചാളം. പറ. കിട്ടുന്നില്ല. എന്തെങ്കിലും പറ. പച്ചാളം. പ്രൈസോ? പച്ചാളം. പ്രൈസ് തലോട്. പച്ചാളം. പച്ചാളം. പണിസ്ഥലോ? അല്ല. പച്ചാളം. പച്ചാളം ഭാസി. ഒന്നും മനസ്സിലാകുന്നില്ല. പച്ചാളം ഭാസി. ഞാൻ പണിസ്ഥലം മൊത്തം കേൾക്കുന്നു. വായില് വരുന്നത് പറഞ്ഞോ? കുഴപ്പമൊന്നുമില്ല. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? അതെന്ത് പറഞ്ഞോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം എടുത്തിട്ടുണ്ടോ? സാധനം. അത് കറക്റ്റാ. സാധനം കയ്യിലുണ്ടോ? എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തെ? എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തെ? എന്താണോ വാര്യരെ ഇതുവരെ നന്നാകാത്തെ? ഞാൻ നന്നാവാത്തെ. വട്ടാണല്ലേ? അത്രേ ഉള്ളൂ. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. വട്ടാണല്ലേ? വട്ടായി. വട്ടാണല്ലേ? വൈറൽ. വട്ടാണല്ലേ? വട്ടാണല്ലേ? കിട്ടുന്നില്ല. വട്ടാണല്ലേ? എന്ത്? വട്ടാണല്ലേ? ഇല്ല, കിട്ടുന്നില്ല. വട്ടാണല്ലേ? ഒന്നുകൂടെ ഉണ്ട്. ലാസ്റ്റ് വൺ. തീരത്തില്ലേ? ലാസ്റ്റ് വൺ. ഓക്കെ. ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. ഒന്നുകൂടെ. ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. ഓടിയിട്ട് വരാനോ? ഇതൊക്കെ ഇവിടെ കേക്കുന്നത്. ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. എന്തൊക്കെയാ പറഞ്ഞത്? ഓടിയിട്ട് വരാം, ചാടിയിട്ട് വരാം. ചേട്ടൻ ഒത്തിരി സിനിമകളിലെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാന്നാ ഞാൻ വിചാരിച്ചേ. എന്നിട്ട് എന്താ പറഞ്ഞിട്ട് കിട്ടാന്? ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് കേൾക്കാൻ പറ്റണ്ടേ? പക്ഷെ എന്നാലും സിനിമാ പ്രാന്തനാണോ? ഒരുവിധം. ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാ തിയേറ്ററിൽ പോയിട്ട്? അത് അങ്ങനെ ഓർക്കുന്നില്ലേ. എനിക്ക് തോന്നുന്നു നരനാന്ന് തോന്നുന്നു. ഓർമ്മയിൽ നിൽക്കുന്നത് നരനാ. തിയേറ്ററിൽ പോയി കണ്ടത്. ലാലേട്ടന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ മൂവിയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ പറ്റിയപ്പോ ആ ഒരു പറഞ്ഞ ലാലേട്ടനോട് ഞാൻ കണ്ട മെമ്മറീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല, അവസരം വന്നിട്ടില്ല, കിട്ടിയില്ല. സത്യൻ സാറായിട്ട് വർക്ക് ചെയ്ത് അത്രയും വലിയൊരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ ചേട്ടൻ എന്താ പഠിക്കാൻ പറ്റിയത്? ആദ്യമായിട്ട് ഒരു മൂവിയിൽ വരുന്നു, അതും ഇത്രയും വലിയൊരു ഡയറക്ടറിന്റെ മൂവിയിൽ തന്നെ അഭിനയിക്കുന്നു. ആസ് ഒരു ഡയറക്ടർ അദ്ദേഹത്തിൽ നിന്ന് ചേട്ടന് കിട്ടിയ ഒരു എന്താ ഒരു ക്വാളിറ്റി എന്തായിരിക്കും? അതായത് ഞാൻ ആ സമയത്തെല്ലാം കൂടുതലും ഡയലോഗ്സ് ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് അത് എവിടെ ഒരു
ഉടക്കില്ലാത്ത രീതി പറഞ്ഞു തീർന്നാൽ അതൊരു കറക്റ്റ് ഒരു സാധനമായി എന്നുള്ളതായിരുന്നു എന്റെ മൈൻഡ് സെറ്റ്. കാണാപ്പാടും പഠിച്ചു പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചിലപ്പം സീനിന് മുന്നേ കുറച്ച് എന്തെങ്കിലും ഒരു കറക്ഷൻ പരിപാടി വരും. അപ്പം അത് എനിക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം നേരത്തെ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം കൂടെ റീൽസ്, ഷോർട്സ് അതെല്ലാം നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ വേണേ പോകാം. അവരും ഒന്നും പറയത്തില്ല, എല്ലാരും പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പം ഇവിടെ സമയത്തിന് വിലയുണ്ട്, അതുപോലെ പൈസ അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ആക്ടേഴ്സ് അവരുടെ സമയം വരുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പെട്ടെന്ന് എങ്ങനെ ഒരു സീൻ പഠിക്കാം, അല്ലെ അത് മനസ്സിലാക്കി എങ്ങനെ ചെയ്യാം, പിന്നെ അതുപോലെ ഫ്രെയിമിൽ എങ്ങനെ കറക്റ്റ് ആയിട്ട് നിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. സത്യം സാർ എന്നെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അതൊക്കെ. ചേട്ടനെ ഞാൻ നോക്കിയ സമയത്ത് ഇത്രയും മൂവീസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതെല്ലാത്തിന്റെ അടിയിലും കുറെ പോസിറ്റീവ് കമന്റ്സാ. ചേട്ടൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇതിലും നല്ല മൂവീസിൽ വരാനുള്ള കാലിബർ ഉള്ള ആളാണെന്നൊക്കെ ഉള്ളത്. നെഗറ്റീവ് കമന്റ്സ് വന്നാൽ ഇൻ കേസ് അത് ചേട്ടൻ എങ്ങനെ, ചേട്ടൻ ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര ചില്ലായിട്ട് എടുക്കുന്ന ആളാന്ന് തോന്നുന്നു, ഉള്ളിലേക്ക് എഫക്ട് ചെയ്യോ നെഗറ്റീവ് കമന്റ്സിനോടുള്ള അപ്രോച്ച് എങ്ങനെയാ? അതിപ്പം ഓരോരുത്തർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പം ഇഷ്ടപ്പെടാത്തവര് അല്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് കാണുമല്ലോ, അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ എപ്പോഴും നല്ലത് വരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തെങ്കിലും ആധികാരികമായി എന്നാലും ഒരു സാധാ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര നമ്മൾ വിചാരിക്കും എല്ലാരും പോസിറ്റീവ് പറഞ്ഞല്ലോ അപ്പൊ ഇത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഒരാൾ ഒന്ന് നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അതെന്താ അങ്ങനെ പറയാം, അപ്പൊ ഞാൻ ചെയ്തത് കൊള്ളൂലേ, അങ്ങനെ ഒരു തോട്ട് വരില്ലേ? മജോറിറ്റിയെ നോക്കിയാൽ മതിയല്ലോ. ഇത്രയും അല്ലേ? അല്ല അങ്ങനല്ല, സംഭവം അല്ലേ? പറഞ്ഞു അല്ല, ഇത്രയും സാധാരണ എല്ലാവരും അങ്ങനെ ഒരു വശം കൂടെ ചിന്തിക്കാറുണ്ട്. ഇതിപ്പോ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞോ അതെന്റെ വഴിക്ക് പോവും, ഞാൻ എന്റെ വഴിക്ക് പോവും. ഞാൻ മാത്രല്ലോ, ദളപതി വിജയ് തന്നെ അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്, നെഗറ്റിവിറ്റി. ഏതാ മോട്ടിവേഷൻ, ചെറുതല്ല വലുത്. ദളപതി ഫാനാ? ഇപ്പൊ സിഎം ആയില്ലേ, ഭയങ്കര സന്തോഷായി. ഒരുപാട്. അതെന്താ? അല്ല സിഎം ആയല്ലോ. അങ്ങനല്ല, പൊളിറ്റിക്സ് റിലേറ്റഡ് കാര്യങ്ങളില് ഇപ്പൊ പണ്ട് മുതലേ ഒരു ഇന്റർവ്യൂല് വിജയനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, സിഎം ആവണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വിജയ് ഫാൻസിന് ഇതൊരു ഭയങ്കര മാസ് സംഭവമായിരുന്നു. വിജയ് അന്ന് സ്ട്രഗിൾ ചെയ്ത് ഈ പറഞ്ഞ പോലെ വിജയും കുറെ സ്ട്രഗിൾ ചെയ്ത് മൂവീസിൽ ഇനീഷ്യൽ പീരീഡില് നല്ല ക്യാരക്ടേഴ്സ് കിട്ടാനും ഒക്കെ. പക്ഷെ അതിന്ന് ഇപ്പൊ എല്ലാവരും നോക്കി കാണുന്ന ഒരു തമിഴ്നാട് സിഎം ആയിട്ട് നിൽക്കുമ്പോ ആസ് എ വിജയ് ഫാൻ എന്ത് ഫീൽ ചെയ്യണോ? നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ചേട്ടൻ എല്ലാവരും എന്തോ ആക്കിയോ അതൊക്കെ ഇതിപ്പം അതിലൊക്കെ ഞാൻ എന്ത് പറയും, വിജയ് ഫാനല്ലേ? സന്തോഷമുണ്ട് അത് കാണുമ്പോ. ഒരു നമുക്കാണേലും ഒരു പ്രൗഡ് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ചേട്ടൻ നല്ല. ഞാന് ടിവിയില് സിനിമയില് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ചേട്ടൻ ഭയങ്കര സംസാരിക്കുക. കാരണം ബേസിൽ ചേട്ടനായിട്ട് ഭയങ്കര അങ്ങനത്തെ റോൾസ് ആണല്ലോ, ഭയങ്കര കോമിക്കലായിട്ട് ഫണ്ണായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നു. ചേട്ടന് വേണ്ടി കട്ട ഫാൻ ബോയ് ആയിട്ട് എല്ലാം ചെയ്യാൻ നിൽക്കുന്നു. ക്യാരക്ടർ ആണല്ലോ, പറയുന്നത് നമ്മൾ ചെയ്യണല്ലോ. ഉള്ളിലില്ലാത്ത സാധനം പുറത്തു വരുമോ? എന്നാലും ചേട്ടന്റെ ഉള്ളിൽ എവിടെ ആ ഒരു ഫണ്ട് ഉണ്ട്, പക്ഷെ ചേട്ടനെ അത് പുറത്ത് കൊണ്ടുവരാനില്ല. എന്തോ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് ചേട്ടന്. അതെന്താ? എനിക്ക് അങ്ങനെ ഈ സംസാരിക്കാൻ ഇച്ചിരി ഒരു എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആണോ? പയ്യെ ശരിയാവുമായിരിക്കാം. ശരിയാവട്ടെ.